ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുതിയ ട്രിപ്പ് ആയിട്ടാണ് വന്നേക്കണത്. ഇത് നമ്മൾ ഊട്ടിക്ക് പോവേണ്. അത് രാവിലെ 3 മണി 3:30 ആയില്ലേ? 3:35 3:35 രാവിലെ ഇറങ്ങാൻ പോവേണ് നമ്മൾ. നമ്മൾ ഊട്ടിക്ക് പോവേണ്. യെസ്. അപ്പൊ നമ്മൾ ഇനി അവിടത്തെ ട്രാവലിംഗ് വീഡിയോ ആയിട്ടിടാം അല്ലേ? ട്രാവലിംഗ് അതാ വ്ളോഗാ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. സമയം 4 മണിയാവാറായി. 3:45 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ എല്ലാം സെറ്റാണ്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പം നേരെ ഇനി ഊട്ടി. ഗായ്സ്, ഊട്ടിയിലെത്തിയിട്ട് ഇനി ബാക്കി വീഡിയോ അല്ല, അതിനിടയ്ക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. യെസ്. അപ്പം നമ്മൾ ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. Kotagiri to Uti. നമുക്ക് വണ്ടി വിട്ട് പോവാ. നേരെ പോട്ടെ. റെഡി പൂപ്പാ. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം ഒരു കടയിൽ വന്നു ചായ കുടിക്കാൻ. നല്ല തണുപ്പുണ്ടല്ലോ, ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഫുള്ള് മഞ്ഞായിരുന്നു. കൊണ്ടാ മഞ്ഞില്ലോ. കോഫി ടൈം. ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിലെത്തി. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഏത് വഴിയാണെന്ന് മറന്നുപോയി. എന്തായാലും ഊട്ടി കയറണം. വേറെ ഏതടാ വഴി ഞാൻ മറന്നുപോയി. പറഞ്ഞു കൊടുത്താലും കോട്ടഗിരി വഴിയാണ് വന്നേക്കുന്നത്. ബസ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ചായ കുടിക്കാൻ തന്നെ ഇവിടെ ഒരു കടയിൽ കയറി. കണ്ടില്ലേ? പൈസ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പൊ വേണ്ട നല്ല കോടയൊക്കെ കാണാം. എൻ്റെ പൊന്നെ, ഏതാ മൂട്. കൊള്ളാം, നല്ല മഞ്ഞുണ്ട്. കണ്ടു. നല്ല സ്പോട്ട് നമുക്ക് പോവാം. നമ്മളങ്ങനെ പറഞ്ഞ വഴിക്ക് ഒരു കിഡിലെ സ്പോട്ട് കണ്ട്. ഏതാ വ്യൂ. ഗൈസ്, ഇതാണ് കോതകഴി വന്ന ഉള്ള ഒരിത് സെറ്റ് വഴി. നിങ്ങൾ വന്ന് കാണും. ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഇത് കൊള്ളാം, നല്ല വ്യൂവും. ആരും വന്നിട്ടില്ല, രാവിലെയാണ് വന്നേക്കണം. ഏതാ ഫ്രെയിം? സിദ്ധാർത്ഥിനെ ഞാൻ കിഡിലായിട്ടൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയാണ്. സ്പോട്ട് കൊള്ളാം. അങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫോളിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെയെന്ന് അറിഞ്ഞൂടാ. നമ്മൾ വായിൽ മഴ തണുത്തിട്ട് വിറച്ചിട്ട് വയ്യ. പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. കൊള്ളാം. അപ്പൊ നമ്മളിനി അടുത്ത സ്പോട്ടിൽ എത്തുമ്പോൾ വീണ്ടും എടുക്കാം. ഓരോ സ്ഥലം കാണുമ്പോൾ കൊള്ളാം. മിക്കവാറും നമ്മൾ ഊട്ടി എത്തൂല ഇങ്ങനെയാണെങ്കിൽ. രാമ നോക്ക്, എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സ്ഥലം കൊള്ളാം. എത്ര സ്ലോ മോഷനാണ്. സ്ഥലം കൊള്ളാം. നമ്മളങ്ങനെ പുതിയ സ്ഥലങ്ങളായിട്ട് ഓരോ സ്ഥലം എത്തുമ്പോൾ നമ്മൾ നിർത്തി കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങളൊരു പുതിയ സ്പോട്ട് എത്തി. വളഞ്ഞു വന്നപ്പോ ഒരു വാട്ടർഫോൾ തപ്പി വന്നപ്പോ എന്താ വ്യൂ. അന്തസ് സീന് വ്യൂ. ഇതാണ് വ്യൂ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ടാ
തേയിലത്തോട്ടം ഒരു അറിഞ്ഞൂടാത്ത ഒരു വഴീൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. പക്കാ സ്ഥലം ഗായ്സ്. അപ്പൊ നമ്മൾ ഏതോ വാട്ടർഫോളിന്റെ അവിടെ ഇട്ട് വന്നിട്ടുണ്ട്. വാട്ടർഫോൾസ് ആണ് കാതറിൻ. അതെ, അത് അവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കുറെ ഉണ്ട് നടക്കാൻ. ഇപ്പം കുറച്ചുള്ളൂ. അതെ, തേയിലത്തോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് മുമ്പിൽ കൂടെ നടക്കുകയാണ്. കണ്ടോ, അവരങ്ങനെ നടന്നു പോവുകയാണ്. ഇതാണ് സ്പോട്ട്. ഇത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് വന്നോണ്ട് നമുക്ക് വലിയ ധാരണ ഇല്ല ഇത് എവിടെയാണെന്ന്. നടന്നു ഗൈസ്, ഇവിടെ പോയി ഇവിടെ കയറാൻ പറ്റൂലെന്നാ പറയുന്നത്. സംഭവം നമ്മൾ നേരത്തെ വന്നോണ്ടും പിന്നെ ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് ആ വാട്ടർഫോൾ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, മഴ പെയ്തുകൊണ്ടും മഴയല്ലേ, അപ്പൊ പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളിനി നേരെ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പോകുന്നതില്ലായിരുന്നു, അവിടുത്തെ വീഡിയോ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി നേരെ ഊട്ടി. നല്ല ഗൈസ്, ഇവിടെ സമയം 8:30 ആയിട്ടുള്ളത്. എന്നിട്ടാണ് ഈ തണുപ്പിന്റെ മുഖം അടഞ്ഞു. ഈ സമയത്ത് നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു. ഇവിടെ നല്ല തണുപ്പ്, പിന്നെ മഞ്ഞും അതുകൊണ്ട് കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്താ വ്യൂ. വാ, മഞ്ഞല്ല കോട. എന്താ അല്ലേ സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ സ്വർഗം എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ കാണിയില്, ആ ഭൂമിയിലെ സ്വർഗം പറഞ്ഞ കാണിയില്. പറ, പല്ല് കഴിക്കാതെ പറയണേ. പറ കേക്കട്ടെ. ഓ, അങ്ങനെ നമ്മളിപ്പോ ഇവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോകും. നല്ലൊരിതായിട്ട് തോന്നി ഗായ്സ്. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ അതിഗംഭീരമായി കുറെ യാത്രകൾക്ക് ശേഷം ഊട്ടി എത്തി. ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്നൊരു പ്ലാനില്ല. സ്ഥലങ്ങളിടിക്കും, കുറെ മഞ്ഞും തണുപ്പും ഒക്കെ സഹിച്ച് ഇപ്പോഴാണ് ഒരു വെയില് നല്ല കാലാവസ്ഥയൊക്കെ കിട്ടണത്. ഇപ്പൊ അവന്മാര് ബാക്കിൽ കൂടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മളെ ബാക്കി എന്താ പരിപാടി നോക്കട്ടെ. നല്ല തണുപ്പായിരുന്നു, മുഖമൊക്കെ ചുമന്നാകുമ്പോൾ. അപ്പൊ ബാക്കി അവിടെ എത്തിയിട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. അല്ലേ, നമ്മൾ ഊട്ടിയിൽ നിന്ന് കഴിച്ചിട്ട് ഇനി നേരെ അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. മറ്റേ ഡൈലോഗ് പറയാം. അതിന്റെ സമയമായിട്ടില്ല. ഓക്കെ, ആ സമയമാകുമ്പോ ഡൈലോഗ് പറയും കേട്ടോ. ഇനി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇവിടെ നിന്ന് ഒരു ഗസ്റ്റിനെ കണ്ടതാ. ഇവിടെ നിന്ന് ആരൊക്കെ എന്തൊക്കെ പോകണം അടിച്ചു മാറ്റിലാണ് അവന്റെ കാണിച്ചു. ലൈവ് റോബറി കാണിച്ചു തരാം കേട്ടോ. ലൈവ് റോബറി കണ്ട് തൂക്കി, അവനെ തൂക്കി. ഇവിടെ വേടാ, സിദ്ധാർത്ഥിന്റെ ബൈക്കിൽ കുറെ ഡ്രസ് ഉണ്ടോ? സിദ്ധാർത്ഥന്റെ തുറന്നിട്ട് എന്താ ചെയ്യാൻ നോക്കാം. സിദ്ധാർത്ഥിന്റെ എത്തിയില്ല. തുണി നോക്കണ്ട. ഹെൽമെറ്റ് നോക്കാൻ വേണ്ടിയില്ല. അടച്ചു വെക്കണ പോയിട്ട് സിദ്ധാർത്ഥിനെ സ്കെച്ചിട്ട് ഇതാണ് സ്പോട്ട് ഗൈസ്, പൈൻ ഫോറസ്റ്റ്. ഇതിലാണ് നമ്മൾ നേരത്തെ കണ്ട കള്ളന്മാര് കുരങ്ങന്മാർ ഇവിടെയാണ് വന്ന് മോട്ടിക്കാൻ നിൽക്കണം. നമ്മളതിനെ ഓട്ടിച്ച് വിട്ട് വീണ്ടും വന്ന് മോട്ടിക്കാൻ എന്തായാലും ഒന്നുമില്ല വണ്ടിയിൽ. ഇതാണ് സ്പോട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ലേക്കുണ്ട്. നടന്നോ ഗൈസ്. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. എല്ലാവരും നോക്ക്, എന്താ അഭിപ്രായം കൊരങ്ങനെ പറ്റി പറഞ്ഞാൽ ശ്രീരാമന്റെ അതേ സ്വഭാവമാണ്. അതേ കോട്ടയോടി സിദ്ധാർത്ഥിന്റെ മുഖമായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ലേക്കിൽ പോകുന്നു. അവിടെ നിന്ന് നേരെ വേറെ ഏതൊക്കെയോ സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടൊക്കെയാണ് പോകാൻ പ്ലാൻ.
മതി മതി, മുടിയൊക്കെ നല്ലതാ. ഞാൻ പൈൻ ഫോറസ്റ്റ് 360 ആയിട്ട് കാണിക്കാം. ഗൈസ് ഇതാണ് പൈൻ ഫോറസ്റ്റ്. അമ്മേ വെയിലടിക്കുന്നു. ഗൈസ് അതാണ് ലേക്ക്, അവിടെ നിന്ന് പോണം ലേക്കില്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. നിങ്ങൾ വന്നാണ്, വരാത്തവർ കാണുക, വരിക. ഇതാണ് ലേക്കിലെ വ്യൂ പോയിന്റ്. അല്ല, പൈൻ ഫോറസ്റ്റിലെ ലേക്കിലെ വ്യൂ പോയിന്റ്. താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അതാണ് പൈൻ ഫോറസ്റ്റ് എങ്കിൽ ഇവിടെ താഴോട്ട് ഇറങ്ങുന്ന ഇതാണൊരു വ്യൂ പോയിന്റ്. വാവ്, കൊള്ളാം. ഇനി അടുത്ത സ്പോട്ടിലോട്ടാണ്. നമ്മളിപ്പോൾ ഒരു വാട്ടർഫോളിലൊന്ന് പേര് പറ. പൈക്കര വാട്ടർഫോൾസ് ഒന്നിന് ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. അത് നമ്മൾ കാണിച്ചു തരാം. ചിലപ്പോൾ അവിടെ പോകാം, അല്ലെങ്കിൽ പോകില്ല. ലാസ്റ്റ് സ്പോട്ടിലെത്തി. എവിടെ എവിടെ പറ. ഇതാണ് എന്താണ് സ്ഥലത്തിന്റെ പേര്? ഏതോ ഒരു പീക്കാണ്, പീക്ക്. അവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് വ്യൂ, കണ്ടോ? ഇത്രേ ഉള്ളു. കൊറേ മലയൊക്കെ കയറി വന്നതാണ്, എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു. കണ്ടോ? ഓ, ഏത് മൂഡ്, അമ്പാനി മൂഡ്. പോയിന്റ്. ആഹാ, മഞ്ഞൊക്കെ പോണ കാണാം, കൊള്ളാം. ഓ, ഇടയ്ക്ക് വാഴ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇപ്പൊ 5 മണിക്ക് അടയ്ക്കും. ഇതാണ് വ്യൂ ഗൈസ്, വ്യൂ മഞ്ഞ്. ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകണം. അപ്പൊ ഇത് വെച്ച് നമ്മൾ വീഡിയോ നിർത്തുന്നു. സുഹൃത്തുക്കളെ കാണിര്, ആ ഭൂമിയിലെ സ്വർഗം പറഞ്ഞ കാണിര് പറ. പല്ല് കഴിക്കാതെ പറയണേ, പറ. അതിന്റെ സമയമായിട്ടില്ല. ഓക്കെ, ആ സമയം ഡയലോഗ് പറയും. ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ ഇതാണ്. ഏതാണ് സ്വർഗം? കാണിര്. നമ്മൾ ഇത്ര നാള് ജീവിച്ചിട്ട് ഇതൊക്കെ കാണാണ്ടിരിക്കാന്ന് പറഞ്ഞ വലിയ കാര്യം. എവിടെ മുഖം കാണിട്ട് വലിയ കാര്യത്തിന്റെ കാര്യം നമ്മള് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പറയാ. കുഴപ്പമില്ല, നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എക്സലന്റ്, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. അതാ. അപ്പൊ ബൈ ഗൈസ്, നിർത്തുന്നു.